ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു രുചി ബൈ ബെൻസു. ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ ഉണ്ടാക്കാം. അപ്പം അതിനായിട്ട് നമുക്ക് ചിക്കൻ എടുത്ത് വെക്കാം. ആദ്യം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഇറച്ചി മസാല, ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ തൈര് ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ഉപ്പ്. മസാലയെല്ലാം നമുക്ക് നല്ലതായിട്ട് യോജിപ്പിക്കാം. ഇവിടെ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ല കൈ വെച്ച് തന്നെ നല്ലതായിട്ട് നമുക്കൊന്ന് യോജിപ്പിക്കാം. ഇതൊരു അരമണിക്കൂർ നമുക്ക് ഇതുപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ വേണ്ടിയുള്ള പാൻ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ, കുറച്ച് ബട്ടർ, അതിനകത്തോട്ട് കുറച്ച് സ്പൈസ് ഇട്ട് ഏലക്ക, പട്ട, ഗ്രാമ്പൂ. ഇതൊരു 4 മീഡിയം സൈസ് സവാള ചോപ്പ് ചെയ്തതാണ്. അതും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമുക്കിതിന് വേണ്ടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾ. നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിക്കേണ്ട. അപ്പം നമ്മുടെ ചിക്കൻ എല്ലാം ഒന്ന് നല്ലപോലെ മസാലയെല്ലാം ഒന്ന് പരണ്ട് അതിലൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇച്ചിരി നേരം കൂടെ അടച്ച് എങ്ങാനും വെക്കുവാണെങ്കിൽ ഇതിന് വെള്ളം ഇറങ്ങാൻ ടീസ്പൂൺ നിറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും എല്ലാം കൂടി ചേർന്ന് പേസ്റ്റ്. ഇനി നമുക്കിതിനകത്തോട്ട് ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ, ടീസ്പൂൺ അല്ല 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ, ഒരു 2 ടീസ്പൂൺ നമുക്ക് കുരുമുളക് പൊടി. മസാലകളെല്ലാം ഇങ്ങനെ പരണ്ട് ഒന്നും മുട്ടാതെ കിടക്കുകയല്ലേ. ഇനി നമ്മളിതിൽ തക്കാളി ഇട്ട് കൊടുക്കണം. ഒട്ടും വെള്ളം. 3 മീഡിയം സൈസ് തക്കാളി അരിഞ്ഞെടുത്താണ്. നല്ല നിറമുള്ള പഴുത്ത തക്കാളി അത് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഒരു ശകലം കൂടെ നമ്മുടെ ഈ മസാലയ്ക്ക് വേണ്ടത് ഇട്ടിട്ട് ഇത് അടച്ചു വെക്കാം. അടച്ചു വെച്ചിരുന്ന് വെന്ത് വരട്ടെ. ഇതിനി മീഡിയം ടു സിമ്മിലിരുന്ന് പതിയെ വേവട്ടെ. അപ്പോൾ നമുക്കിതിനകത്ത് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. സോറി, ഇതങ്ങനെ ചെരിഞ്ഞു പോയി. ഇതെന്താ ഉണ്ടായെന്ന് വെച്ചാൽ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മല്ലിയിലയും കൂടെയാണ്. അത് ഞാൻ പറയാനായിട്ട് എടുത്തപ്പോഴേക്കും പാത്രം ചെരിഞ്ഞു പോയി. ഒന്നുകൂടെ സൂം ചെയ്ത് കാണിക്കാം. ഇത് മുന്തിരിങ്ങയാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ എല്ലാം റെഡി ആയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഒട്ടും ഒരുപാട് കറി ചാറൊന്നുമില്ലത്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു.